വികിതക്ക് പോലുള്ള ആളുകളൊക്കെ പറയുമ്പോൾ കുറച്ച് സ്ത്രയണത അധികമാക്കി കൂട്ടി കുറച്ച് വികലമായിട്ടാണ് ദയന കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അങ്ങനത്തെ റീലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇപ്പൊ ആതിരവരവായി എന്നുള്ള റീലൊക്കെ റീക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിനകത്ത് കുറച്ച് സ്ത്രയണ ഭാവങ്ങൾ കൂടുതലുണ്ടായിരുന്നു. റീല് കാണുമ്പോൾ നമുക്ക് ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് വേറിട്ടിട്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ലെവലില് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്തു പോണതാ. എന്തുകൊണ്ട് നമുക്ക് വേറിട്ട് ചെയ്തുകൂടാ എന്നുള്ള ലെവലിൽ ചിന്തിക്കുമ്പോഴാണ്. അപ്പൊ 1000 കണ്ണുമായി എന്ന് പറഞ്ഞിട്ട് പൂ, അതില് മന്ദാരം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കുമ്പോ മുറ്റത്തൊരു ജമന്തി നിക്കുന്നുണ്ട് മുറ്റത്ത്. അപ്പൊ മഞ്ഞ് തന്നെയാണല്ലോ കൺസെപ്റ്റ്. അപ്പൊ ആ മഞ്ഞ പൊട്ടിച്ച അപ്പൊ ആൾക്കാർക്ക് അതൊരു മന്ദാരം എന്നുള്ളത് വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ജമന്തി, അത് ജമന്തി അല്ല, അത് മന്ദാരല്ല, ജമന്തിയാണെന്ന് പറയുന്ന ആളുകൾ വരുമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ജമന്തി പൊട്ടിച്ചിട്ട് സാധാരണ ഇപ്പോ ആ സിനിമകളിൽ കാണുന്ന പോലെ ആ ലെവലിൽ വരാണ്ട് എങ്ങനെയാണ് വെറൈറ്റി ചെയ്യുക. അപ്പോഴാണ് ഞാനത് കുറച്ചും കൂടി മാസ്റ്ററായത്. ഈ പറഞ്ഞ പോലെ കണ്ണുകൊണ്ടൊരു ആക്ഷനൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ അത് കൊണ്ടുവന്നത്.